ഒരു വോട്ട്. തൃശ്ശൂരിൽ നടക്കുന്ന SYS യുവജന സമ്മേളനത്തിന്റെ ഭാഗമായ പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന്റെ തത്സമയത്തിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ സമത്വം നേടാൻ നമുക്ക് കഴിഞ്ഞുവെന്നും എന്നിരുന്നാലും സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ പൂർണ്ണതോതിൽ സമത്വത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നുമാണ് ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ടുള്ള ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ അംബേദ്കർ പറഞ്ഞത്. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലെ അസമത്വം തുടരണമെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കുള്ള സമത്വം ഇല്ലാതാക്കണമെന്നും കരുതുന്നവർക്ക് മാത്രമേ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിക്കാൻ കഴിയും. അത്തരക്കാരുടെ ഉദ്ദേശം എന്താണെന്നത് വ്യക്തമാണ്. ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കുക, വിശ്വാസസംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണ സംവിധാനം ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുക, ഇതിനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയാവണം പൗരാവകാശ സമ്മേളനങ്ങൾ. പൗരാവകാശങ്ങൾ ഉറപ്പാക്കുക എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാരുകൾ ചെയ്യുന്നത്. എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിലെ രാജ്യത്തിൻ്റെ പൗരാവകാശങ്ങളുടെ നില എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കുകയല്ല, ഹനിക്കപ്പെടുകയാണ്. സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അപ്പോൾ കൽത്തുറുങ്കിലടക്കുകയാണ്. അങ്ങനെ കൽത്തുറുങ്കിലടക്കപ്പെടുന്നവർ. ഇപ്പോൾ SYSന്റെ യുവജന സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് പിണറായി വിജയൻ. തൃശ്ശൂരിലാണ്.